അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ലിക്വിഡിറ്റി റേഷ്യോയിൽ ഉൾക്കൊള്ളുന്ന 3 റേഷ്യോസ് അഥവാ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്നിവ എങ്ങനെയെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവറേജ് റേഷ്യോ ഓർ സോൾവൻസി റേഷ്യോ എന്നുള്ളതാണ്. എന്താണ് സോൾവൻസി ഓർ ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? The term solvency refers to the ability of a firm to pay its outside liabilities. വ്യത്യാസം മനസ്സിലാക്കുക. ടു പേ ദ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. ഇന്നലെ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞ സമയത്ത് കറണ്ട് അസറ്റ് ഉപയോഗിച്ച് കറണ്ട് ലയബിലിറ്റി കൊടുത്തു വിട്ടാനുള്ള കപ്പാസിറ്റി ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇവിടെ മാറി ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം ബോത്ത് ലോങ് ടേം ഓർ ഷോർട്ട് ടേം. ലോങ് ടേം ഓർ ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ സാധാരണ ഉണ്ടാകുന്ന ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് പുറമേയുള്ള കമ്പനിയിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് ലോണും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിബെഞ്ചർ പോലെയുള്ള പണം സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ലയബിലിറ്റീസ് കൊടുത്തു വിട്ടാനുള്ള കമ്പനിയുടെ കപ്പാസിറ്റി ലോങ് ടേം ആണ് സാധാരണഗതിയിൽ ഈ ഒരു സോൾവൻസി റേഷ്യോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. സോൾവൻസി സിംപ്ലി ലോങ് ടേം സോൾവൻസി എന്ന് പറഞ്ഞാൽ ഓർ ലെവറേജ് റേഷ്യോ ആർ യൂസ്ഡ് ടു അനലൈസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അനാലിസിസ് നടത്താനും അതുപോലെ ആ ഒരു പൊസിഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ സോൾവൻസി ഓർ ലെവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സ്ട്രക്ചർ? ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉപയോഗിച്ച് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം നമ്മൾ കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റൽ അഥവാ ഡിബെഞ്ചേഴ്സ് പോലെയുള്ളവ, ഇത് രണ്ടും നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ അഥവാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എത്ര ശതമാനം ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ എത്ര ശതമാനം ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ടേം തന്നെ നമ്മൾ പറയാറുണ്ട്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് നിങ്ങളുടെ പാഠഭാഗത്ത് കാണുന്നില്ലെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ബിസിനസ് ഇപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സ്വന്തം കയ്യിൽ ക്യാഷ് മുടക്കിയിട്ട് ബിസിനസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യാറ്. ഈ ഷെയർ മാർക്കറ്റ് ഷെയർ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയല്ലേ? ഒരാൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാഷ് അതിൽ വളരെ കുറവാണെങ്കിൽ പോലും ഔട്ട്സൈഡേഴ്സിൻ്റെ ക്യാഷ് അതിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണത്തേക്കാൾ ഔട്ട്സൈഡ് ലോണോ അല്ലെങ്കിൽ ഡിബെഞ്ചറോ ഉപയോഗിച്ചിട്ട് കമ്പനി നടത്തുന്ന രീതിയൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വിളിക്കാറുണ്ട്. അത് സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ സ്ട്രക്ചർ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഡെപ്റ്റ് ക്യാപിറ്റലാണോ കൂടുതൽ അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലാണോ കൂടുതൽ അഥവാ ഓണേഴ്സ് ഫണ്ടാണോ കൂടുതൽ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ there are two types of solvency or leverage ratio, that is structural ratio then coverage ratio. solvency ratio തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഒന്നാമത്തത്? സ്ട്രക്ചറൽ റേഷ്യോ. സ്ട്രക്ചറൽ റേഷ്യോസ്, it is based on the relationship between owned capital and borrowed capital. നമ്മൾ പറഞ്ഞത് തന്നെ owned capital എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ. ദെൻ ബോറോവ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിൻ്റെ, ദാറ്റ് മീൻസ് ഓണേഴ്സ് അല്ല, പക്ഷേ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആവാം അല്ലെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ദെൻ ദിസ് റേഷ്യോ ആർ
കാൽക്കുലേറ്റർ ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഐറ്റം. ഈ സ്ട്രക്ചറൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ആണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലാണല്ലോ ഇക്വിറ്റി അതുപോലെ തന്നെ ഡെപ്റ്റ് ക്യാപിറ്റലും എല്ലാം നമ്മൾ കാണിക്കുന്നത്. ദെൻ ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു നോ ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് വെൻ ഡ്യൂ. ഈ ഔട്ട്സൈഡേഴ്സിൻ്റെ എമൗണ്ട് എപ്പോഴാണോ കൊടുക്കാനാകുന്നത് ആ സമയത്ത് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദ ഫേം. ഈ ഒരു റേഷ്യോ അഥവാ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദ ഫേം. ലോങ് ടേം സോൾവൻസി എന്ന് പറഞ്ഞാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെയൊക്കെയാണ് അത് അവിടെ അർത്ഥമാക്കുന്നത്. ബിസിനസ്സിന് ഈ ഒരു ഡെപ്റ്റ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവർക്ക് ആവശ്യമായിട്ടുള്ള റീപേയ്മെൻറ്റ് നടത്താനും അതുപോലെ തന്നെ മന്ത്ലി അവർക്കുള്ള ഇൻട്രസ്റ്റ് നൽകാനും ഒക്കെ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിന് സാധിക്കുമോ എന്നുള്ളത് സ്ട്രക്ചറൽ റേഷ്യോയിലല്ല, അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് സാധിക്കുമോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ സ്ട്രക്ചറൽ റേഷ്യോയിൽ നമ്മൾ അനാലിസിസ് നടത്തുന്നത്. ദെൻ ഇറ്റ് മെഷർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് ഇൻ എ ഫേം. ഇത് ഒരു ഫേമിൽ എത്രത്തോളം ഉണ്ട് ഡെപ്റ്റ് ഫിനാൻസിങ് അഥവാ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാനത് സഹായിക്കുന്നുണ്ട്. ദെൻ ആൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ. ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ അനാലിസിസിന് വിധേയമാക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താ, ക്യാപിറ്റലിൽ ഇക്വിറ്റി ആണോ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റലാണോ കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ആൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ എന്നും വിളിക്കാറുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ റേഷ്യോസ് ആർ. ഈ സ്ട്രക്ചറൽ റേഷ്യോയിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളവയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, ദെൻ പ്രൊപ്രൈറ്ററി റേഷ്യോ, സോൾവൻസി റേഷ്യോ എക്സെട്ര. ഈ പറയപ്പെട്ട 4 നമ്മൾ അതിൽ പഠിച്ചിരിക്കണം. ഓരോന്ന് അതിൻ്റെ പ്രോബ്ലം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 4 ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം എന്താണ് കവറേജ് റേഷ്യോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ പറയപ്പെട്ട ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ത് എന്നുള്ളതിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. വാട്ട് ഈസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? This ratio indicates the relative proportion of debt and equity in financing the asset of a firm. നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇന്ന് വരെ അതിനാവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സാധന സാമഗ്രികൾ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് തന്നെയാണോ അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇൻ ഷോർട്ട് ഇറ്റ് എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. കടമായിട്ട് വാങ്ങിയതും അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റേഷ്യോയിൽ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരും. ഏതായാലും ഇതിൻ്റെ തിയറി പാർട്ടും നമ്മൾ പഠിച്ചിരിക്കൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇറ്റ് ആൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്നും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ചില സമയങ്ങളിൽ വിളിക്കാറുണ്ട്. നമ്മൾ എല്ലാ നെയിമും പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ഏത് നെയിമിലാണ് ചോദിക്കുക എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും പേര് മാറിയാലും സാധനം ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ എന്ന് പറയാൻ കാരണം എന്താ? എക്സ്റ്റേണൽ ഇക്വിറ്റി ദാറ്റ് മീൻസ് ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് മീൻസ് ഓണേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള ഫണ്ടൊക്കെ എന്താണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദെൻ ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. ഇവ തമ്മിൽ ഉള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ആൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഇക്വിറ്റി റേഷ്യോ. ദെൻ സംടൈംസ് റെഫേർഡ് ടു ആസ് സെക്യൂരിറ്റി റേഷ്യോ. സെക്യൂരിറ്റി റേഷ്യോ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. എത്രത്തോളം സെക്യൂർഡ് ആണ് നമ്മൾ എന്നുള്ളത് അതിൽ അനാലിസിസ് നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദെൻ ദർ ആർ 2 ഫോംസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇനി ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോക്ക് തന്നെ 2 ഫോം ഉണ്ട്. പക്ഷേ 2 ഫോം ഉണ്ട്. ഇതിങ്ങനെ ഓരോന്ന് അതിന്മേൽ കൂടി പോവാന്നുള്ളത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 2 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലുള്ള 2 ഫോം നമുക്ക് ഉപയോഗത്തിൽ വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് തന്നെയാണ് ഉപയോഗത്തിൽ വരാറുള്ളൂ. ഓക്കെ, എന്താണ് ആ 2 ഫോം എന്നുള്ളത് നോക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2 ഫോംസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ.
അതുപോലെ തന്നെ സെക്കൻഡ് വൺ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. എന്താണ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് നോക്കാം. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ എന്തെന്ന് വെച്ചാൽ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്നുള്ളതാണ്. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അത് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലേക്ക് വരുമ്പോൾ ലോങ് ടേം ഡെപ്റ്റ് എന്നുള്ളത് ടോട്ടൽ ഡെപ്റ്റ് ആയിട്ട് മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. ഇവിടെ ഒന്നിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ഡെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, മറ്റൊന്നിൽ ലോങ് ടേം ഡെപ്റ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ഏതായാലും എന്താണ് ലോങ് ടേം ഡെപ്റ്റ് എന്നുള്ളത് ഒന്ന് നോക്കാം. കോമ്പണൻസ് ലോങ് ടേം ഡെപ്റ്റ് എന്തൊക്കെയാണ് ലോങ് ടേം ഡെപ്റ്റിൽ ഉൾക്കൊള്ളുന്നത്? ഡിബെഞ്ചേഴ്സ്, ദെൻ മോർട്ട്ഗേജസ്, ദെൻ ആൾ ലോങ് ടേം ലോൺസ്. ഇവിടെ നമ്മൾ നൽകിയിട്ടുണ്ട് ലോങ് ടേം ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഡിബെഞ്ചേഴ്സ് പ്ലസ് മോർട്ട്ഗേജസ് പ്ലസ് ആൾ ലോങ് ടേം ലോൺസ്. ദെൻ ഈ ഒരു ഇക്വേഷനിൽ വന്നിട്ടുള്ള ഒന്ന് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോങ് ടേം ഡെപ്റ്റും മറ്റൊന്ന് ഇക്വിറ്റിയുമാണ്. അപ്പോൾ രണ്ടാമത്തെ കോമ്പണൻസ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്ത്? ഇക്വിറ്റി ക്യാപിറ്റൽ വരും, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും, ഓൾ റിസർവ് ആൻഡ് സർപ്ലസും അതിൽ വരും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്തുള്ളത് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയും ടോട്ടൽ ഡെപ്റ്റ് അതുപോലെ തന്നെ ഇക്വിറ്റി എന്നുള്ളവയാണ് രണ്ട് കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ടോട്ടൽ ഡെപ്റ്റ്. എന്താണ് ടോട്ടൽ ഡെപ്റ്റ്? ലോങ് ടേം ഡെപ്റ്റിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുള്ള എന്തെന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് കറണ്ട് ലാബിലിറ്റീസ് ടോട്ടൽ ഡെപ്റ്റ് ആണ്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ലോങ് ടേം ഡെപ്റ്റ് അതിലേക്ക് കറണ്ട് ലാബിലിറ്റീസും കൂടിയും ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ വ്യത്യാസം. ദെൻ ഡിനോമിനേറ്റർ മേ ബി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. മേ ബി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് ചില സമയത്ത് കാണാം, അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് കാണാം, അല്ലെങ്കിൽ ഇക്വിറ്റി എന്നും കാണാം. ആ സാഹചര്യത്തിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കൂടുതൽ നമുക്ക് ഉപയോഗത്തിൽ വരുന്നത്. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ താഴെ നൽകിയിട്ടുള്ള ഒരു നോട്ട് ഒന്ന് ശ്രദ്ധിക്കാം. വെദർ ലോങ് ടേം ഓർ ടോട്ടൽ ഈസ് നോട്ട് ക്ലിയർലി സ്റ്റേറ്റഡ്, ദ സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് റേഷ്യോ തന്നു അല്ലേ? എന്തൊക്കെയാണ് തന്നത്? ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ തന്നു. നമ്മുടെ പാഠഭാഗത്തിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് എന്താണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി ആണോ കാണേണ്ടത്, ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി ആണോ കാണേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നമ്മൾ എന്താ കാണേണ്ടത്? ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു എൻട്രി അഥവാ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ളത് മാത്രമാണ് വരാറുള്ളൂ. പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ മാത്രമാണ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണേണ്ടതായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ്, വെൻ ആൾ അക്യുമുലേറ്റഡ് ലോസസ് അഥവാ പ്രിലിമിനറി എക്സ്പെൻസസ് പോലെയുള്ളവ ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ് ആർ ഡിഡക്റ്റഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ലോസസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? നെറ്റ് വർത്ത് എന്ന് പറയുക. അഥവാ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിരിക്കും ചില സമയത്ത് നമുക്ക് ചോദിക്കുക ക്വസ്റ്റ്യനിൽ, ചില സമയത്ത് നെറ്റ് വർത്ത് ഉപയോഗിക്കാനായിരിക്കും പറയുക. അപ്പോൾ എന്താണ് നെറ്റ് വർത്ത് എന്ത് എന്നുള്ളത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ ഉൾക്കൊള്ളുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ഈ ഒരു ഗ്രീൻ കളറായിട്ട് നൽകിയിട്ടുണ്ട്. എന്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ദെൻ റിസർവ് ആൻഡ് സർപ്ലസ്. ഈ മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് പോലെയുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ലോസസ് വല്ലതും ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് വർത്ത് എന്ന് പറയുക. ഓക്കെ, ചില സമയത്ത് നെറ്റ് വർത്ത് ഉപയോഗിച്ച് ചെയ്യാനുണ്ടാവാറുണ്ട്, അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ദെൻ നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1:1 എന്നുള്ളതാണ്. 1:1 അഥവാ ഡെപ്റ്റ് ക്യാപിറ്റൽ
ഒന്നാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലും 1, 1 രൂപ ഇക്വിറ്റി ഉണ്ടെങ്കിൽ 1 രൂപ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നുള്ള ഒരു രീതിയാണ് സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആയിട്ട് പരിഗണിക്കാറ്. ഫണ്ട് പ്രൊവൈഡഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ, രണ്ടുപേരും കൊടുത്തത് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. എങ്കിലും സം എക്സ്പേർട്സ് സജസ്റ്റ് 2:1 ഈസ് സ്റ്റാൻഡേർഡ് റേഷ്യോ. 2:1 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂ കൺസെപ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞു, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞല്ലോ, ആ ഒരു കൺസെപ്റ്റാണ് ഇപ്പം പല ആളുകളുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് 2:1 ഉള്ളൊരു കൺസെപ്റ്റാണ് നല്ലത് എന്ന് ചില ആളുകൾ പറയുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2:1 ഈസ് ദ നോം accepted by private sector enterprises. For public sector enterprises 1:1 is expected to maintain. നമ്മൾ പറഞ്ഞു 2:1 എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ അത് ചെയ്യുന്നത് പ്രശ്നമല്ല, പക്ഷേ പബ്ലിക് സെക്ടർ ആണെങ്കിൽ അത് 1:1 എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ആമുഖമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമ്മൾ മറ്റൊരു നോട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ ശരിക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്ത്? ഇഫ് പ്രിഫറൻസ് ഷെയർ റെഡീമബിൾ വിത്തിൻ 12 ഇയർ, 12 വർഷത്തിനുള്ളിൽ റിഡംഷൻ നടത്തുന്നതാണെങ്കിൽ ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ഡെപ്റ്റ്. അപ്പോൾ അത് എന്തായിട്ട് മാറും? ഡെപ്റ്റായിട്ട് മാറും. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് എന്ന് മുകളിൽ നമ്മൾ പറഞ്ഞില്ലേ, അത് ഡെപ്റ്റ് കാറ്റഗറിയിലേക്ക് അത് മാറും 12 വർഷത്തിൻ്റെ ഉള്ളിൽ റിഡംഷൻ നടത്തുന്നതാണെങ്കിൽ. ദെൻ അബോവ് 12 ഇയർ ട്രീറ്റഡ് ആസ് ഇക്വിറ്റി, 12 വർഷത്തിന് മുകളിലായിട്ട് ഉണ്ടെങ്കിലാണ് അത് ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയത്ത് ഈ ഒരു ഇക്വിറ്റിയിൽ വരില്ലല്ലോ, ഡെപ്റ്റിലല്ലേ വരിക. സാധാരണ കേസിൽ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഈ ഒരു വർഷം പ്രിഫറൻസ് ഷെയർ എത്ര വർഷത്തേക്കാണ് റിഡംഷൻ നടത്തുന്നതെന്ന് നമ്മളോട് പറയാറില്ല. അങ്ങനെ പറയാത്ത സാഹചര്യത്തിൽ എന്തിലാണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതാണ് അടുത്തത് പറയുന്നത്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ്, ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് ഇറ്റ് മേ ബി ടേക്കൺ ഇൻ ഇക്വിറ്റി. ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രിഫറൻസ് ഷെയർ എത്ര വർഷത്തിലാണ് റെഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ വർഷം നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കേണ്ടത്? പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ്, രണ്ട് കേസും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2 ഉണ്ട്. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. സാധാരണഗതിയിൽ എന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെറിയൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം, അപ്പോൾ കൂടുതൽ വിശദമാവും. എക്സാമ്പിൾ: ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. താഴെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ബാലൻസ് ഷീറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ചിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്, ലോങ് ടേം ആണോ അല്ലെങ്കിൽ ടോട്ടൽ ആണോ എന്നുള്ളത് നമ്മളോട് ഇവിടെ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? എന്താണെന്ന് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിയമം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അതിൻ്റെ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക. എന്നിട്ട് ഈ പറയപ്പെട്ട ഓരോ ഐറ്റംസ് ഏതിലാണ് വരുന്നത് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഈ ഒരു ആൻസർ ലഭിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ: 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച് ഫുള്ളി പെയ്ഡ് 2 lakh. ദെൻ 10,000 9% പ്രിഫറൻസ് ഷെയർ ഓഫ് റുപ്പീസ്, RSM അല്ല റുപ്പീസ് ആണ്, ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് 1 lakh. ദെൻ ജനറൽ അതിനു മുമ്പ് ഇവിടെ പ്രിഫറൻസ് ഷെയർ എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കണം? ഇക്വിറ്റി ആയിട്ട് പരിഗണിക്കണം. 12 ഇയേഴ്സിന് താഴെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി
ആയിട്ടല്ല, ഡെപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഇവിടെ വർഷം പറയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് 12 വർഷത്തിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഇക്വിറ്റി ആയിട്ട് പരിഗണിക്കുമായിരുന്നു. ഇവിടെ എന്താണെന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് എന്തായിട്ട് പരിഗണിക്കേണ്ടത്, ഇക്വിറ്റി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ. ദെൻ ജനറൽ റിസർവ് ഉണ്ട്, ദെൻ 15% ഡിബഞ്ചേഴ്സ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ട്. ഇനി ഈ ഐറ്റംസ് ഒന്ന് നമുക്ക് ഏതൊക്കെ കാറ്റഗറൈസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആൻസറിലേക്ക് കിടക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ആദ്യം തന്നെ എഴുതുക. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മുടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ലോങ് ടേം ഡെപ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം എന്താ, അതുകൊണ്ട് തന്നെ ഇതിൽ ലോങ് ടേം ഡെപ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഐറ്റംസ് എന്താണ് ചോദ്യത്തിലുള്ളത്, ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കിയുള്ളത് ഇക്വിറ്റി ആണ് എന്നുള്ളത് നമുക്കറിയാം. ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ളത് 15% ഡിബഞ്ചേഴ്സ് ആണ്, 1,50,000 ആണ് അതിൻ്റെ എമൗണ്ട്. ദെൻ ബാക്കി വരുന്നതൊക്കെ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ നെറ്റ് വർത്ത് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നെറ്റ് വർത്ത് ആണ് ഉപയോഗിക്കാൻ ഏറ്റവും നമ്മൾ ശ്രമിക്കേണ്ടത്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളവ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് നെറ്റ് വർത്ത് ഉപയോഗിക്കാൻ എന്താ നമ്മൾ ചെയ്യാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ വരുന്നതാണ്. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതിൽ വരുന്നതാണ്, ജനറൽ റിസർവ് അതിൽ വരുന്നതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൽ വരുന്നതാണ്. അങ്ങനെ 4,50,000 ആണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടിയത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് ലഭിച്ചത്. ഇനി പ്രിലിമിനറി എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. പ്രിലിമിനറി എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് വർത്ത് എടുക്കാൻ കാരണം. അപ്പോൾ എന്ത് ചെയ്യുക, ലെസ് പ്രിലിമിനറി എക്സ്പെൻസസ്, ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് 4,30,000 നമുക്ക് ലഭിച്ചു. അതാണ് എന്ത് നെറ്റ് വർത്ത് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് നെറ്റ് വർത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് എത്ര, 1,50,000. ഓക്കെ, 1,50,000 ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദാറ്റ് ഈസ് നെറ്റ് വർത്ത് എത്രയാ, 4,30,000. അത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 0.35:1. എത്രയാണ്, 0.35:1. ഇതാണ് നമ്മുടെ ആൻസർ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേഷ്യോ എന്തായിരുന്നു, 1:1 അല്ലേ. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റേഷ്യോ ലഭിച്ചിട്ടുണ്ടോ, ഇല്ല, സ്റ്റാൻഡേർഡ് റേഷ്യോക്ക് താഴെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ മാനേജ്മെൻറ്റിന് നൽകണം. എങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ നൽകുക, അറിയില്ലേ? ഓക്കെ, മുമ്പ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തതുപോലെ തന്നെ ഇതിലും ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ നൽകണം. അപ്പോൾ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ, എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ എഴുതുന്നു എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എന്താണ് എടുത്തിട്ടുള്ളത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നെറ്റ് വർത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശപ്പെട്ടിട്ടുള്ള എമൗണ്ട്, അതാണല്ലോ ഡിനോമിനേറ്ററായിട്ട് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്ററായിട്ട് നമ്മൾ എന്തെടുക്കുന്നോ അതിൻ്റെ ആ ഒരു എമൗണ്ടാണ് ഇവിടെ ഈ കാണിക്കുന്ന ഈ ഒരു 1 അല്ലേ. ബാക്കിയുള്ള ഈ ഒരു 0.35 എന്തിൻ്റെയാണ്, ഈ മുകളിലുള്ള നമ്മുടെ ലോങ് ടേം ഡെപ്റ്റാണ് 0.35 ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ കമ്പനിയിൽ 1 രൂപ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ, അസറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 0.35 എന്ന് പറഞ്ഞാൽ 35 പൈസ മാത്രമേ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ട് നമ്മുടെ കമ്പനിയിലുള്ളൂ എന്നർത്ഥം. അപ്പോൾ എന്താണ്, നമ്മുടെ കമ്പനി ഫുള്ള് നമ്മുടെ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നെയാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. അത് നമ്മുടെ കമ്പനിക്ക് ഉചിതമായിട്ടുള്ള ഒന്നല്ല. കുറച്ചൊക്കെ പുറമേയുള്ള ഔട്ട്സൈഡേഴ്സ് ഫണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ അപ്പോൾ അങ്ങനെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ച് ചെയ്താലും ലാഭം കിട്ടില്ല എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് നൽകും, ഇൻട്രസ്റ്റ് നൽകില്ലേ. ആ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണെങ്കിൽ ടാക്സൊക്കെ
കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുക. അപ്പോൾ അതൊക്കെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. വലിയ എമൗണ്ട് വരുമ്പോൾ ഒരുപാട് ടാക്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കിവിടെ അത്ര ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ എഴുതാൻ ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എഴുതുക. ഏതായാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. ദ debt equity ratio indicate that for every ₹1 of equity there is a debt worth 35 paise only. ₹1 ഇക്വിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലായിട്ട് നമ്മൾ 35 പൈസ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഫാർ ബിലോ ദ സ്റ്റാൻഡേർഡിനേക്കാൾ വളരെ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ഹെൻസ് ദ കമ്പനി ഈസ് നോട്ട് ഫിനാൻഷ്യലി സൗണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി എന്താണ്, ഫിനാൻഷ്യലി സൗണ്ട് പൊസിഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിന് കൈമാറേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ബാക്കിയുള്ള റേഷ്യോ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.